എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 85 ശ്ലോകം 47 മുതൽ 59 വരെ 13 ശ്ലോകങ്ങൾ. ഈ 13 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 85-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാനും ബലരാമസ്വാമിയും കൂടി ഇതാ സുതലത്തിൽ ചെന്നിട്ട് മഹാബലിയോട് ആ ദേവകീ ദേവിയുടെ പുത്രന്മാര്, മരിച്ചുപോയ പുത്രന്മാരെ തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മ കൊണ്ടു കൊടുക്കണം, അവരെ എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പൊ അവരുടെ പൂർവ്വ ജന്മം ഒക്കെ പറയുകയാണ് ബലിയോട്. ശ്ലോകം 47 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച ആസന്മരീചേ ഷഡ്പുത്രാ ഊർണായാം പ്രഥമേന്തരേ ദേവാഹം ജഹസുർവീക്ഷ്യ സുതാം യഭിതുമുദ്യതം. ഭഗവാൻ അദ്ദേഹം പറയണത് മുഴുവൻ കേട്ട് അനുമോദിച്ചു. ബലിയുടെ വാക്കുകളെയൊക്കെ അനുമോദിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാരത്തിന്റെ കാരണം പറഞ്ഞു. എന്നിട്ടിതാ ദേവകിയുടെ ആദ്യത്തെ 6 പുത്രന്മാര് കംസനാൽ വധിക്കപ്പെട്ടു വരാനുള്ള കാരണവും 5 ശ്ലോകം കൊണ്ട് വിസ്തരിച്ചു പറയുകയാണ്. സ്വയംഭൂവ മന്വന്തരത്തില് മരീചിക്ക് ഊർണ എന്നു പേരായ ഭാര്യയില് 6 മക്കളുണ്ടായി. പുത്രിയായ സരസ്വതിയെ സംയോഗം ചെയ്യാൻ ഭാവിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടിട്ട് ആ മക്കള് 6 പേരും ചിരിച്ചു. തേനാസുരീ മകൻ യോനിം അധുനാവദ്യ കർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായ. ശിശുബ്രഹ്മർഷി പറയാ, ഹേ രാജാവേ, ഭഗവാൻ ബലിയോട് പറയാണ്, ഹേ രാജാവേ, ആ പാപകർമ്മത്തിന്റെ ഫലമായിട്ട് അവര് 6 പേർക്ക് ഉടനെ അസുരയോനിയില് ജനിക്കേണ്ടതായിട്ട് വന്നു. ചിരിച്ചില്ലേ, ബ്രഹ്മാവിനെ പരിഹസിച്ചില്ലേ, അത് കാരണം. അങ്ങനെ ഹിരണ്യകശിപുവില് ജാതരായിട്ട് 6 മക്കള്. പിന്നെ അവരെ യോഗമായ ശക്തി ആ ജാതിയിൽ നിന്ന് വേറൊരു യോനിയിലേക്ക് നയിച്ചു. പിന്നീടാണ് ദേവകീ ദേവിയുടെ ഗർഭത്തില് അവര് വന്നത് എന്ന് പറയാ. ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിത സാതാൻ ശ്രോജത്യാത്മജാൻ സ്വാൻ തേ ഇമേ ധ്യാസതെന്തിതേ. അല്ലയോ രാജാവേ, ദേവകിയുടെ ഉദരത്തിൽ അവര് ജനിച്ചു. പിന്നീട് അങ്ങനെ കംസൻ അവരെ ഹിംസിച്ചു. ഇപ്പോതാ ദേവകി ദേവി, എന്റെ അമ്മ, ആ പുത്രന്മാരെ കുറിച്ച് ദുഃഖിക്കണം. ദേവകീ ദേവിയുടെ ആ മക്കള് അങ്ങയുടെ അരികത്ത് ഇതാ നിൽക്കണു എന്ന് പറയാണ് ഭഗവാൻ. ഇതയേതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശാവാത് വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാഹ. ഞങ്ങൾ ഇവരുടെ മാതാവായിട്ടുള്ള ദേവകിയുടെ ദുഃഖം തീർക്കാനായിക്കൊണ്ട് ഇവിടെ നിന്ന് ഇവരെ കൊണ്ടുപോകണം. കുട്ടികളെ ഞങ്ങളിപ്പോ കൊണ്ടുപോവാണ്. അനന്തരം ഇവര് ശാപത്തിൽ നിന്ന് മുക്തരായി ദേവലോകത്തേക്ക് പോവുകയും ചെയ്യും. ഭഗവാൻ ബലിയോട് പറഞ്ഞു. സ്മരോൽഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭിൽകൃണീ ഷഡിമേ മൽപ്രസാദേന പുനർയാസ്യന്തി സൽഗതിം. 6 പേരുടെ പേര് പറയാണ്. സ്മരൻ, ഉൽഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്ത്, കൃണി എന്നീ 6 പേര് എന്റെ അനുഗ്രഹത്താൽ പിന്നെ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീമേത്യ മാതു പുത്രാനയച്ഛതാം. ഇങ്ങനെ പറഞ്ഞ് ബലരാമനെയും ശ്രീകൃഷ്ണനെയും മഹാബലി പൂജിച്ചു. ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞ് സ്തുതിച്ചുല്ലോ. പിന്നെതാ ഭഗവാനെ നമസ്കരിച്ചു. മഹാബലി പുത്രന്മാരെ എല്ലാം എടുത്തുകൊണ്ട് ഭഗവാനും ബലരാമനും പിന്നെ ദ്വാരകയിലേക്ക് വന്നു. അമ്മേ, ഇതാ അമ്മയുടെ 6 പുത്രന്മാര് എന്ന് പറഞ്ഞിട്ട് ദേവകീ ദേവിയുടെ സമർപ്പിച്ചു പുത്രന്മാരെ. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനി പരിഷജ്യ അംഗമാരോപ്യ അവരെ കണ്ടപ്പോ ദേവകീ ദേവി ആ ബാലകന്മാരെ ആലിംഗനം ചെയ്ത് മടിയിൽ പിടിച്ചിരുത്തി ശിരസിലിങ്ങനെ പലവരും ചുംബിച്ചു. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചുംബിക്കാണ്.
ശിരസില്. അപായേൽ സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിതാ മായയാ വിഷ്ണു യയാ സൃഷ്ടി പ്രവർത്തതേ. ഏതൊരു മായയാൽ മോഹിതന്മാരായ സ്ത്രീ പുരുഷന്മാര് പുത്രാദികളെ ആഗ്രഹിച്ച് വിഷയത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ സൃഷ്ടി വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നുവോ, ആ മഹാവിഷ്ണുവിന്റെ മായയാൽ മോഹിതയായ ദേവകീ ദേവി പുത്രസ്പർശം നിമിത്തം ഒഴുകുന്ന പാലോടുകൂടിയ സ്ഥാനത്തെ അവർക്ക് കുടിക്കാനും കൊടുത്തു. അപ്പൊ ഇങ്ങനെ പാലൊഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ 6 പുത്രന്മാർക്കും അങ്ങനെ സ്തന്യപാനം ചെയ്തു ദേവകീ ദേവി. പീത്വാമൃതം പയസ്തസ്യ പീതശേഷം ഗദാഭൃത നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധാത്മദർശന. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുടിച്ചതിന്റെ അവശിഷ്ടല്ലേ അവര് കുടിച്ചത്. അങ്ങനെയുള്ള ആ സ്തന്യം പാനം ചെയ്തത് കൊണ്ട് ശ്രീനാരായണന്റെ ശരീരസ്പർശനം സിദ്ധിക്കുകയും ചെയ്തു അവർക്ക്, അല്ലെ. അതുകൊണ്ട് ആ കുട്ടികൾക്ക് അവരുടെ പൂർവ്വജന്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായി. ഭഗവാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഭഗവാൻ കുടിച്ചതിന്റെ ബാക്കി സ്തന്യം പാനം ചെയ്തു. അതുകൊണ്ട് അവർക്ക് പൂർവജന്മം ദേവന്മാരാണ് എന്നുള്ള ജ്ഞാനം അവർക്കുണ്ടായി. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരം ബലം വിശദാം സർവഭൂതാനാം യയുർധാമ ദിവൗകസാം. ആ ബാലന്മാര് പരമാത്മാവായ ശ്രീ ഗോവിന്ദനെയും മാതാവായ ദേവകിയെയും പിതാവായ വസുദേവനെയും ബലരാമനെയും ഒക്കെ നമസ്കരിച്ചു. വളരെ ഭക്തിപൂർവ്വം അവര് നമസ്കരിച്ചു. എന്നിട്ട് സകല ജനങ്ങളും നോക്കിക്കൊണ്ടിരിക്കെ ദേവലോകത്തേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃതാഗമന നിർഗമം മേനേ സുവിസ്മിതമായാം കൃഷ്ണസ്യ ചരിതം. രാജാവ് മരിച്ചുപോയ പുത്രന്മാര് വന്നതും ഉടനെ സ്വർഗത്തിലേക്ക് പോയതും കണ്ടപ്പോ പരിശുദ്ധ അന്ധകരണയായ ദേവകിക്ക് ഇതെല്ലാം ശ്രീകൃഷ്ണന്റെ മായാവിശേഷാണെന്ന് മനസ്സിലായി എന്ന് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട്. ഏവം വിധാനി അത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യാണി അനന്തവീര്യസ്യ സന്ധ്യനന്താനി ഭാരത. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ ഭരതകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് ശ്രേഷ്ഠനായുള്ളവനെ, പരിച്ഛേദിക്കാൻ കഴിയാത്ത പരാക്രമങ്ങളോടുകൂടിയ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇപ്രകാരമുള്ള വീര്യങ്ങള് അത്യത്ഭുതങ്ങളായിട്ട് ഇനിയും അനന്ത കോടിയുണ്ട്. എത്രയോ ലീലകളുണ്ട് ഭഗവാന്റെ. പിന്നെതാ സൂതം പറയണു എന്റെ ഫലശ്രുതി. സൂത ഉവാച യൈദമനുശൃണോതി ശ്രാവയേത്വാ മുരാരേ ചരിതമൃതകീർത്തേർവർണിതം വ്യാസപുത്രൈ ജഗദാഖാഭിദലം തൽ ഭക്തസൽകർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തൽ ക്ഷേമധാമ. സുതം പറയണേ, ഏതു കാലത്തും നശിക്കാത്ത കീർത്തിയോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇപ്രകാരമുള്ള ചരിത്രം ശ്രീ ശുകബ്രഹ്മർഷി വർണ്ണിച്ചു കേൾപ്പിച്ചു പരീക്ഷിത് മഹാരാജാവ്. ഈ ചരിതങ്ങൾക്ക് ലോകത്തിന്റെ പാപത്തെ നിശേഷം നശിപ്പിക്കാൻ സാമർഥ്യമുണ്ട്. ഭക്തന്മാര് ആ ചരിത്രം കേൾക്കുന്നതിന് എപ്പോഴും ആഗ്രഹിക്കുന്നു. അവരുടെ കാതുകൾക്ക് ആ കഥാശ്രവണത്തെക്കാൾ ആദരിക്കത്തക്കത് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ചരിത്രം അവരുടെ കർണങ്ങൾക്ക് അലങ്കാരമാണെന്ന് അവര് നിശ്ചയിച്ചിരിക്കുന്നു ഭക്തന്മാര്. അപ്രകാരമുള്ള ഈ കഥ കേൾക്കുന്നവന്റെയും കേൾപ്പിക്കുന്നവന്റെയും മനസ്സ് ഭഗവാനിൽ സ്ഥിരമായി നിൽക്കുകയും ശരീരാവസാനത്തിൽ ആ ഭക്തൻ പുനരാവൃത്തിരഹിതമായ വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഫലശ്രുതി പറഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ വൃദാഗ്രജാനനം നാമ പഞ്ചാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 85-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദ കമലത്തിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.